നമസ്കാരം കുട്ടികളും, സുഭാഷ് സാറാണ്. നമ്മുടെ ഈ വർഷത്തെ +2 റിസൾട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 78.6 ആയിരുന്നു. ഞാൻ പറഞ്ഞു അതിനെ ചുറ്റിപ്പറ്റിയുള്ള റിസൾട്ട് ആയിരിക്കും. കൂടാൻ സാധ്യത കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ റിസൾട്ട് കുറയും എന്നാണ് പറഞ്ഞത്. ഒരു 0.8 കുറവ് വന്നിട്ടുണ്ട്. ഏകദേശം 1% കുറവ് വന്നിട്ടുണ്ട്. ഈ 1% എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. അത് 2000, 3000, 4000 അടുത്ത് വരെയുള്ള കുട്ടികളാണ് എക്സ്ട്രാ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ തോറ്റത്. അത് മനസ്സിലാക്കണം. അപ്പം ഞാൻ അതിന്റെ കാര്യം ഉടനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. ഇപ്പൊ നമ്മൾ ഒന്ന് ഓവറോൾ എളുപ്പം ഒന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ്. 78.6 ആയിരുന്നു 2024, അല്ലെങ്കിൽ 77.8 ആണ് ഈ വർഷം വന്നേക്കുന്നത്. 0.8 കുറവുണ്ട്. നെക്സ്റ്റ് നമുക്ക് സയൻസ് വിഭാഗത്തിൽ പക്ഷേ നമ്മുടെ ഓവറോൾ പെർസെന്റേജിനെക്കാളും കൂടുതലാണ്. നമ്മുടെ വിജയ ശതമാനം 83.25 ഉണ്ട്. അത് സാധാരണ എല്ലാ വർഷങ്ങളിലും സയൻസിൽ നമുക്ക് ഓവറോൾ പെർസെന്റേജിനെക്കാളും കൂടുതലായിരിക്കും കുട്ടികൾ പാസ്സാവുന്നത്. കൊമേഴ്സ് സെക്കൻഡ് ആയിട്ടും നമ്മുടെ ഹ്യൂമാനിറ്റീസ് മറ്റുള്ളതൊക്കെ നമ്മുടെ ഇതിനേക്കാളും കുറവായിരിക്കും. നമ്മുടെ പെർസെന്റേജ് ഏകദേശം ഒരു 60 വരത്തുള്ളൂ. അതങ്ങനെ സാധാരണ കേട്ടോ, അതൊന്നും കാര്യമില്ല. നെക്സ്റ്റ് നമുക്ക് ഈ വർഷം 41 സ്റ്റുഡൻസിന് ഫുൾ മാർക്സ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഇതാണ് ഫുൾ മാർക്സ്. അതൊക്കെ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ, എല്ലാവർക്കും കൺഗ്രാറ്റ്സ് തന്നെ പറയുന്നു. എന്നാലും ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളിയാണ്. 41 സ്റ്റുഡൻസിനാണ് ഫുൾ മാർക്സ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് 100% വിജയം നേടിയത് 57 സ്കൂളിലാണ്. ഫുൾ എല്ലാവരും ജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും കുറവ് നമ്മുടെ റിസൾട്ട് വന്നേക്കാം കാസർഗോഡും, ഏറ്റവും കൂടുതൽ ഇപ്പൊ എറണാകുളത്തുമാണ് വന്നെന്നാണ് നമ്മൾ അറിഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഫുൾ A+ കിട്ടിയത് 30,145 സ്റ്റുഡൻസിനാണ് ഫുൾ A+ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ A+ന്റെ കറക്റ്റ് പകുതിയാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. പകുതി കുട്ടികൾക്കാണ്. അവിടെ ഏകദേശം ഈ പ്രാവശ്യം 61,000 ആണ്. ഇതിപ്പോ 30,000 ഫുൾ A+. ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെറിയൊരു കാര്യം നമ്മളൊന്ന് അറിഞ്ഞത്. അപ്പൊ റിസൾട്ട് നമ്മളൊരു മോശമാണെന്ന് വെച്ചാൽ മോശമൊന്നും അല്ല. റിസൾട്ട് ഇത്തിരി കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു മോശമാണ്. കാരണം പലയിടത്തും റിസൾട്ട് ഇപ്പൊ മറ്റുള്ള സ്റ്റേജിൽ നോക്കുമ്പോൾ ഒത്തിരി കുറവാണ്. ഇതിലൊക്കെ കേട്ടോ ഇത്രയും പേരൊന്നും പാസ്സാവുന്നില്ല. അവിടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മോശമായിട്ടുള്ള റിസൾട്ടൊന്നും അല്ല. പക്ഷേ നമ്മളുടെ റിസൾട്ട് പക്ഷേ ഇച്ചിരി ഡിക്രീസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 80s ഈയിടെ എല്ലാം. അത് കുറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ 70s ഒക്കെ കുഴപ്പമില്ല. ഒരു ആവറേജ് നല്ലതായിട്ടുള്ള റിസൾട്ടാണ്. കാരണം നമുക്കൊരു 1/4 സ്റ്റുഡൻസിനടുത്ത് കുട്ടികൾ ഫെയിൽ ആയിട്ടുള്ളൂ. ബാക്കി 3/4 പാസ്സായിട്ടുണ്ട്. എന്നാൽ 4ൽ 3 പേരും പാസ്സാവുന്നുണ്ട്, 4ൽ ഒരാൾ ഫെയിൽ ആവുന്നു എന്നർത്ഥം. ആ റേഞ്ചിലാണ് നമ്മൾ ഇപ്പോഴത്തേത്. മോശമല്ല. അപ്പോൾ എല്ലാവരും റിസൾട്ടൊക്കെ അറിഞ്ഞു. സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം. പിന്നെ ചിലർക്ക് കിട്ടേണ്ടത് കിട്ടാഞ്ഞതിൽ ചിലർക്കൊണ്ട് A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. A കിട്ടിയുള്ളൂ, B+ ആകാം. അതിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട അത്ര ആവശ്യമില്ല. പിന്നെ നമുക്ക് സബ്ജക്ട്സിനൊക്കെ കൂടുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ അഡ്മിഷൻ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഫെയിൽ ആവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഇതിന് ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ജയിപ്പിക്കുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ഡബിൾ പാസിന് മേലുള്ള കിട്ടുന്ന ക്ലാസ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നോട്ട്സും തരുന്നുണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് തന്നുള്ള ക്ലാസ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളത്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു സബ്ജക്റ്റിന് ഇത്രയും മാത്രം കേട്ടോ, ഇത്രയും മാത്രം നമുക്ക് ജയിപ്പിക്കാന്നുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ ഒട്ടുപോലും പുറകോട്ട് പോകരുത്. ഫെയിൽ ആയവർ ഉറപ്പിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും ആയിരിക്കണം ഇനിയുള്ളത് കേട്ടോ. കാരണം ഇനിയും ഇത് ഫെയിൽ ആയാൽ ഒരു വർഷം പോവും. ഒരു വർഷം മാത്രമല്ല, പലരുടെയും മുന്നിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലരും പല കാര്യം ചോദിക്കും, ജയിച്ചോടാ എന്ന് ചോദിക്കുമ്പോൾ ജയിക്കണ്ടേ? ഓക്കെ, ഞാൻ കൂടുതലൊന്നും ആരെയും ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും ആരും ഒന്നും പറയേണ്ട. ഇതൊക്കെ നമുക്ക് അവസ്ഥകളായിരിക്കാം. തോറ്റവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന ഈ അവസരം മുതലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ഒത്തിരി കാര്യങ്ങൾ വരാനുണ്ട്. എല്ലാം നമ്മൾ പടിപടിയായിട്ട് എത്തും. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിരിക്കും, അപ് ടു ഡേറ്റ്. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.